ഹായ് ഫ്രണ്ട്സ്, മനു ഗ്ലോ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഞണ്ട് കറി ഉണ്ടാക്കാനായിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ ആ ഞണ്ട് കറി ശരിക്കും കഴുകണി, ഇച്ചിരി വിനാഗിരി ഒഴിച്ചിട്ട് കഴുകണിയാണ് കുറച്ചുകൂടി നല്ലത്. ആ ഉളുമ്പെല്ലാം പോകും. വിനാഗിരി ഒഴിച്ച് കഴിയുമ്പോൾ ശരിക്കും ഉളുമ്പൊക്കെ പോകും. ഇത് വിനാഗിരി ഇട്ട് ശരിക്കും കഴുകി എടുത്ത് നല്ല വൃത്തിയാക്കി ഇനി നമുക്കിത് കറി വയ്ക്കാമേ. ഞണ്ട് റോസ്റ്റിനുള്ള ഐറ്റങ്ങൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, സവാള അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞത്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കറിവേപ്പില, ഉലുവ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ചെറിയുള്ളി വേണം, കുറച്ച് ചെറിയുള്ളിയും വേണം. പാകത്തിനുള്ള മുളക് പൊടി ഇതിപ്പോൾ എരിവിൻ്റെ അനുസരിച്ച് വേണം മുളക് പൊടി ചേർക്കാൻ. ഇതിപ്പോൾ ഇത്രയും ഞാൻ 1.5 സ്പൂൺ മുളക് പൊടി ഇട്ടു. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. ഞങ്ങൾക്ക് എരിവ് ഇച്ചിരി ഇഷ്ടമുള്ള കൂട്ടത്തിൽ അത് കാരണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിനാവശ്യത്തിനുള്ള കുറച്ച് ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇഞ്ചിയും കൊച്ചുള്ളിയും നന്നായിട്ട് ചതയ്ക്കണം. ചതച്ചാലേ ഇതിനകത്തേക്ക് ഇറങ്ങത്തുള്ളൂ. പച്ചമുളകും കൂടെയും ചതയ്ക്കണേ. ഇതിൻ്റെ കൂടെ വെളുത്തുള്ളിയും കൂടെ ഇടണം. വെളുത്തുള്ളിയും ചതയ്ക്കണം. നന്നായിട്ട് ചതച്ചാലാണ് ഇതിനകത്തേക്ക് ശരിക്കും പിടിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ചതയ്ക്കണേ. അരിഞ്ഞ് ഞാൻ എടുത്തു, പക്ഷെ എന്നാലും കുറച്ചുകൂടി ചതയ്ക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് ഒന്നുകൂടെ ചതച്ചിട്ട് ഇതിനകത്തേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇട്ടിനി ഒന്നുകൂടെ ശരിക്കും ഇളക്കണം. നന്നായിട്ട് ഇളക്കി പിടിക്കണം. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇത് ഇളകണം ശരിക്കും. പാൻ അടുപ്പേ വെച്ചു. പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞു. അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി. പിന്നെ അതിലേക്ക് ഇച്ചിരി ഉലുവ ഇട്ടു. ഉലുവ മൂത്തു. അതിൻ്റെ കൂടെ സവാളയും 2 പച്ചമുളകും കൂടെ അരിഞ്ഞതും കൂടി ഇട്ടു. വഴന്നു തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇടണേ. നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്. ഇനി പിരിയമുളക് പൊടിയാണിത്. 1 സ്പൂണ് പിരിയമുളക് പൊടിയും കൂടി ഇട്ട് എരിവിന് ആവശ്യമുള്ളത് മതി. ഇതിന് വലിയ എരിവില്ല, അതുകൊണ്ട് ഞാൻ 1 സ്പൂൺ ഇട്ടു. പിന്നെ മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ ഇട്ടു. കുരുമുളക് പൊടി എരിവിന് വേണ്ടി കുറച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ പിന്നെ ഒത്തിരി എരിവായി പോകും.
പിന്നെ ഇച്ചിരി ഗരം മസാലയും കൂടെ ഇടണേ. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. മസാലയും ഇതെല്ലാം നന്നായിട്ട് വഴന്നു. എല്ലാം മുളക് പൊടി എല്ലാം നന്നായിട്ട് മൂത്തു. മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് ഞണ്ട് ഇതിനകത്തേക്ക് ഇട്ട് അതും ഒന്ന് ഇളക്കി ശരിക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ ഇനി ഒരു മുറി നാരങ്ങ നീരും കൂടി ഒന്ന് പിഴിഞ്ഞൊഴിക്കണേ. ഇനി ശരിക്കും ഇളക്കി നന്നായിട്ട് വേവണം. നന്നായിട്ട് ഇളക്കി എല്ലായിടവും ഒന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ചൂടുവെള്ളം തിളപ്പിച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് വേവിക്കാനായിട്ട്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഞണ്ട് വേവാനുള്ള കുറച്ച് വെള്ളം കൂടെ തിളപ്പിച്ച വെള്ളമാണ്. അതും കുറച്ച് ഒഴിച്ചു. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടു. ഇനി ഇത് സിമ്മിൽ ആദ്യം ഒന്ന് തിളയ്ക്കുന്നവരെ തീ കൂട്ടിയിടാം. അത് കഴിഞ്ഞിട്ട് പിന്നെ സിമ്മിലിട്ട് നമുക്ക് വേവിച്ചെടുക്കണേ. ഞണ്ട് റോസ്റ്റ് റെഡിയായി. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. കഴിക്കണ ഒരു ടാസ്ക്കാണ് ശരിക്കും. ഞണ്ട് കഴിക്കണ ഒരു ടാസ്ക് തന്നെയാണ്. ഇതേതായാലും കഴിച്ചു നോക്കാം. സൂപ്പറാ, നല്ലതാ. ഉം. ഉം.